പേരാമ്പ്രയിലെ പോലീസ് അതിക്രമവും ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതും സിപിഎമ്മിനെ തിരിഞ്ഞുകൊത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നും ഷാഫി ഷോ കാണിക്കുകയാണ് എന്നും പറഞ്ഞ് ന്യായീകരിച്ച സിപിഎമ്മിന് മുന്നിലേക്കാണ് റൂറൽ എസ്.പിയുടെ കുറ്റസമ്മതം വരുന്നത്. എം.പിയെ പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ മർദ്ദിച്ചുവെന്ന് കോഴിക്കോട് റൂറൽ എസ്.പി ഇ.കെ. ബൈജു തന്നെ സമ്മതിച്ചതോടെ വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് കോൺഗ്രസിനും യു.ഡി.എഫിനും ലഭിച്ചിട്ടുള്ളത്. എം.പിക്ക് ലാത്തിചാർജ് ഏറ്റിട്ടില്ല എന്ന് നാടാന്തരം പ്രചരിപ്പിച്ചു നടന്ന സിപിഎമ്മിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു എസ്.പിയുടെ വാക്കുകൾ. ഇതോടെ പേരാമ്പ്ര വിഷയം യു.ഡി.എഫിന് വലിയ രാഷ്ട്രീയ മേൽക്കൈ തന്നെ നേടിക്കൊടുത്തു. എം.പിയെ ലാത്തി കൊണ്ട് അടിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ എസ്.പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പേരാമ്പ്രയിലെ സംഘർഷം നടന്ന അന്നു മുതൽ യു.ഡി.എഫ് ആരോപിക്കുന്ന വിഷയങ്ങൾക്കുള്ള വസ്തുതാപരമായ സ്ഥിരീകരണമാണ് കഴിഞ്ഞ ദിവസം റൂറൽ എസ്.പി ഇ.കെ. ബൈജു പറഞ്ഞ വാക്കുകൾ. തുടക്കം മുതൽ തന്നെ യു.ഡി.എഫ് നേതാക്കൾ ചില പോലീസുകാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഒപ്പം ഒരു പോലീസുകാരന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു യു.ഡി.എഫ് പ്രതിഷേധ സംഗമത്തിലും ആക്ഷേപം ഉന്നയിച്ചത്. പ്രമുഖ സിപിഎം നേതാവിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ സഹിതം ഒരു പോലീസുകാരനെതിരെ വ്യാപക പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഇതിനിടയിലാണ് റൂറൽ എസ്.പിയുടെ വാക്കുകൾ കുറ്റസമ്മതം പോലെ എത്തുന്നത്. ഇതോടെ ഷാഫിയുടേത് വെറും ഷോയാണ് എന്ന തരത്തിലുള്ള സിപിഎം പ്രചാരവേലകളുടെ മുനയൊടിഞ്ഞു. തുടക്കത്തിൽ ലാത്തിയടിയിലല്ല എം.പിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു എസ്.പിയുടെ വാദം. ഇതിന്റെ മുനയൊടിച്ചുകൊണ്ട് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് എം.പിയെ പോലീസ് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എസ്.പിക്ക് തന്റെ വാദം തിരുത്തി പറയേണ്ടി വന്നു. ഇതോടെ എസ്.പിയുടെ വെളിപ്പെടുത്തൽ യു.ഡി.എഫ് നേതാക്കൾ ഏറ്റെടുത്ത് സിപിഎമ്മിനെതിരെ പ്രചാരണായുധമാക്കുകയാണ്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കോഴിക്കോട് റൂറൽ എസ്.പി ഇ.കെ. ബൈജു പറഞ്ഞിരിക്കുന്നത്. പേരാമ്പ്രയിൽ നടന്നത് ലാത്തിചാർജ് അല്ലെന്നും ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ് എന്നുമാണ് എസ്.പിയുടെ വാക്കുകൾ. ഈ വിഷയത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട DGPക്ക് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയിട്ടുമുണ്ട്. 2 ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് പരാതി. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിലും ഉടൻ പരാതി നൽകും. അതേസമയം സംഭവത്തിൽ പോലീസ് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് നടപടിയിൽ വെട്ടിലായി എങ്കിലും പ്രതിരോധം തീർക്കാൻ സിപിഎമ്മും കിണഞ്ഞു ശ്രമിക്കുകയാണ്. പോലീസിന്റെ അധികാര വിധേയത്വം നാട്ടിലുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയുടെ മകുടോദാഹരണമാണ് പേരാമ്പ്ര സംഭവമെന്ന് വിലയിരുത്താം. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായ ഒരു പാർലമെന്റ് അംഗത്തോടാണ് പോലീസിന്റെ ഈ ക്രൂരത എന്നോർക്കണം. അപ്പോൾ എം.പിയുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എത്രത്തോളമാകുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാർലമെന്റ് അംഗത്തെ അടിച്ചു മൂക്ക് തകർത്ത പോലീസ് സാധാരണക്കാരനെ അടിച്ചു കൊലപ്പെടുത്തിയാലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ എന്ത് ക്രമസമാധാനമാണ് നമ്മുടെ നാട്ടിലെ പോലീസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പോലീസിന്റെ അധികാര രാഷ്ട്രീയ വിധേയത്വം രാഷ്ട്രീയ വിരോധം തീർക്കാൻ സിപിഎം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയപ്പെടാൻ ഒന്നുമില്ല. കാരണം അടുത്ത കുറെ കാലങ്ങളായി ഇത്തരം പകപോക്കൽ രാഷ്ട്രീയം സിപിഎമ്മിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന പ്രതിപക്ഷ ആക്ഷേപം ശക്തമാണ്. പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമൊക്കെ ജനാധിപത്യപരമായി അവകാശവും സ്വാതന്ത്ര്യവും അനുവദിച്ചു തന്നിട്ടുള്ള നാട് തന്നെയാണ് കേരളം. എന്നാൽ ഏകാധിപത്യപരമായും കയ്യൂക്കിന്റെ ബലത്തിലും അടിച്ചമർത്തുന്നത് ഒരിക്കലും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നാടിനും അങ്ങനെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒട്ടും ഭൂഷണമല്ല. ഈ പ്രവണതയെ ഫാസിസം എന്ന് പേരിട്ട് വിളിച്ചാൽ തീരെ കുറഞ്ഞു പോകും. അപ്പോഴും എത്രയൊക്കെ പ്രതിഷേധങ്ങൾ അലയടിച്ചാലും രാഷ്ട്രീയ പകപോക്കലിന് അധികാരം ദുരുപയോഗം ചെയ്യുന്നവർക്ക് കുലുക്കമില്ലാതെ ഇരിക്കും. ഒരു കാലത്ത് ഏകാധിപത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രതിഭാസം, പ്രതിപക്ഷ നേതാക്കളെ ഭീകരരെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുക, ഇന്നത് നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. പോലീസ് എന്ന വാക്കിലെ എൽ എന്ന അക്ഷരത്തിന് ലോയൽറ്റി എന്നാണ് വിവക്ഷ. അതായത് ജനങ്ങളോടും സമൂഹത്തോടും നിയമവ്യവസ്ഥയോടുമുള്ള വിശ്വസ്തത എന്ന അർത്ഥം. പക്ഷേ ഇപ്പോഴത് അധികാരത്തിലിരിക്കുന്നവരോട് മാത്രമുള്ള വിശ്വസ്തത പുലർത്തലായി മാറിയിരിക്കുന്നു. അത്തരം ചില പോലീസുകാരെങ്കിലും നമ്മുടെ സേനയിൽ ഉണ്ട് എന്നത് അത്ര ആശാസ്യമല്ല, ആശങ്കയാണ്. കാക്കി യൂണിഫോം ദേഹത്ത് കയറിയാൽ തങ്ങളേതോ നാട്ടുരാജാക്കന്മാരാണ് എന്ന ചിന്ത ഇപ്പോഴും ഉള്ളിലുള്ള ചിലരെങ്കിലും ഇന്നും നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അത്തരം അടിച്ചമർത്തൽ ശൈലി പിന്തുടരുന്ന പോലീസുകാരാണ് എം.പി ആണെന്ന് പോലും നോക്കാതെ ഒരു ജനപ്രതിനിധിയെ ലാത്തി കൊണ്ട് അടിക്കുന്നത്.
ഇനിയുള്ള കാലമെങ്കിലും ഇതിനൊരു അറുതി വേണം. അതിന് മുൻകൈയെടുക്കേണ്ടത് പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയാണ്. പോലീസ് എന്നാൽ മർദ്ദകരല്ലെന്നും ജനങ്ങളുടെ സംരക്ഷകരാകണമെന്നും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ സേനയ്ക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, സമയം കിട്ടുമെങ്കിൽ മാത്രം. അതേസമയം ഷാഫിയെ തല്ലിയ പോലീസുകാർ പുലിവാൽ പിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർ തീഹാർ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുന്നു. ഒരു MP-യുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് ഉറപ്പായി. അതുകൊണ്ട് പാർലമെൻറ്റിലെ അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ അവിടുത്തെ റൂറൽ SP-യും അവിടുത്തെ 2 പേരാമ്പ്രയും വടകരയിലെ DYSPമാരും അവിടുത്തെ SHOമാർ 2 ആ പേരാമ്പ്രയിലെ SHO, ആ ഈ അടിച്ച പോലീസുകാരൻ, അതുപോലെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തക എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഒരു പരാതി ഉടൻ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ കൊടുത്ത പരാതി അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. പ്രിവിലേജ് കമ്മിറ്റി തെളിവെടുക്കുന്ന സമയത്ത് ഈ ദൃശ്യം അവിടെ ഹാജരാക്കും. അത് മതി. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി ലാപ്സസ് 2 DYSPമാർക്കും SP-ക്കും ഉണ്ടായി, അവർ രാഷ്ട്രീയം കളിച്ചു എന്ന് തന്നെ പറയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ അവിടെ സമൺ ചെയ്ത് കുറ്റം തെളിഞ്ഞു എന്നാണ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നിഗമനം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ദൃശ്യം അവിടെ പ്രദർശിപ്പിക്കും. അതുകൊണ്ട് തീഹാർ ജയിലിൽ 7 ദിവസം ഇവർക്ക് കിടക്കേണ്ടി വരും.